ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26 ഞായർ. ഇന്നലെ ഒക്ടോബർ 25 ശനിയാഴ്ചയിലെ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 60 ദിവസമാണ് പിന്നിടുന്നത്. ഡൊമിനിക്കൻ തിരക്കഥ സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഒട്ടനവധി റെക്കോർഡുകൾ നേടിയെടുത്ത് ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമാക്കിയ സിനിമ കൂടിയാണ്. അടുത്ത വാരം, അതായത് ഒക്ടോബർ 31 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ 59 ദിവസം ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ 5 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 59 ദിവസം കൊണ്ട് 121 കോടി 68 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 301 കോടി 70 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, വിനായകൻ, ശ്യാം മോഹൻ, ജോമൻ ജ്യോതിർ, ഫഹദ് മാനുവൽ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ 10ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 77 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 7 കോടി 73 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. മാത്യു തോമസ് നായകനെ നവാഗതനെ നൌഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. റോഷൻ ഷാനവാസ്, മിറൻ ഫിലിപ്പ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 60 ലക്ഷം രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 67 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 27 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി 60 ലക്ഷം റേഞ്ചിലുമാണ്. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രത്തീന PT സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. ചിത്രം 9ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ ഇന്നലെ 12,75,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 9 ദിവസം കൊണ്ട് 2 കോടി 9 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി 70 ലക്ഷം റേഞ്ചിലുമാണ്. ധ്രുവ് വിക്രം നായകനായി മാരീച്ചൽ വരെ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയുടെ ബൈസൺ. ചിത്രം 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1 കോടി രൂപ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. 43 കോടി 25 ലക്ഷം രൂപയാണ് 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 4ാം വാരത്തിലും വമ്പൻ ട്രെൻഡിങ്ങോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തിയ ഈ സിനിമ 24ാം ദിവസമായ 4ാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്നലെ കേരളത്തിൽ 52 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 24 ദിവസം കൊണ്ട് 53 കോടി 75 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 800 കോടിക്ക് മുകളിലുമാണ്. മൊഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചിത്രമാണ് തമ്മ. ആദിത്യ സർപോത്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. 5ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 25 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 105 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.